എല്ലാ തരത്തിലുമുള്ള സൃഷ്ടിപ്പിനെ കുറിച്ച് അറിയുന്ന ഒരേ ഒരാൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. ഇന്ന് ലോകത്ത് നടന്നതും സൃഷ്ടിക്കപ്പെട്ടതും ഇനി സൃഷ്ടിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നതുമായ ഏതെല്ലാം ചെറുജീവികളുണ്ടോ, വൈറസുകളുണ്ടോ, ചെറുകണികകളുണ്ടോ, എല്ലാറ്റിനെക്കുറിച്ചും വലിയ വലിയ സൃഷ്ടികളടക്കം നക്ഷത്രങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ദിവസവും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ. അള്ളാഹു ഓരോരോ സെക്കൻഡിലും ഗൗരവമേറിയ കാര്യങ്ങൾ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. മനുഷ്യരെ, ജിന്നുകളെ, അള്ളാഹുവിൻ്റെ ഏത് സൃഷ്ടിപ്പിനെയാണ്, നന്മയാണ്, റഹ്മത്തിനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ തോന്നുന്നത്? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്യുതരായി ജീവിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അഹങ്കാരം, ബതറുൽ ഹഖി, സത്യത്തെ കാലുകൊണ്ട് ചവിട്ടി മാറ്റുന്നത്, ന്യായം സത്യവും നീതിയുമാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തെ ഒരു മനുഷ്യൻ നിഷേധിക്കുന്നതിനെയാണ് കിബർ എന്ന് പറയുന്നത്. അത് ഒരൽപ്പം അത് സമ്പത്തിൻ്റെ ഇടപാടിലാകാം, അയൽപക്ക ബന്ധങ്ങളിലാകാം, പിണക്കം തീർക്കുന്നിടത്താകാം, വിഭാഗീയത ഉണ്ടാകുന്നിടത്താകാം. ഏതെല്ലാം സാഹചര്യങ്ങളുണ്ടോ, സത്യം ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ പൂർണ്ണമായും അംഗീകരിക്കാൻ മുഅ്മിനീങ്ങൾ ബാധ്യസ്ഥരാണ്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ യഅദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വാ. നീതി ചെയ്യണമേ. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഖൈബറിലേക്ക് പോകുന്നു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, ഖൈബർ എന്ന് പറയുന്നത് മദീനയിൽ നിന്ന് നോർത്തിലേക്ക്, ജോർഡാൻ ഭാഗത്തേക്ക് ഒരു 200-250 കിലോമീറ്റർ ഓടിയാൽ കിട്ടുന്ന സ്ഥലമാണ് ഖൈബർ. ഇന്നും ഖൈബറിലെ കോട്ടകൾ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ടിക്കറ്റ് പേ ചെയ്താൽ ഒരു ബഗ്ഗി വാഹനത്തിൽ അവർ ശരിക്ക് കൊണ്ടുപോയി കാണിച്ചു തരും ഖൈബറിലെ കോട്ടകൾ. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി തങ്ങളും അവിടുത്തെ മുഅ്മിനീങ്ങളും പ്രതിരോധിച്ച ഖൈബറിൻ്റെ കോട്ടകൾ ഇന്നും ഖൈബറിലുണ്ട്. ഇന്നും അവിടെ ഉണ്ട്. 1400 കൊല്ലം കഴിഞ്ഞു. അതിന് മുമ്പുണ്ടായിരുന്ന കോട്ടകളായിരിക്കാം. ഇപ്പോഴും അതിൻ്റെ അവശേഷിപ്പുകളുണ്ട്. ഖൈബർ മുസ്ലിമീങ്ങളുടെ അധികാരത്തിലേക്ക് വന്നപ്പോൾ ഖൈബറിൽ ഈത്തപ്പന തോട്ടങ്ങളുണ്ട്. കുന്നുകൾ നിൽക്കുന്ന സ്ഥലമാണ്, മലകളുള്ള പ്രദേശമാണ്. ആ ഈത്തപ്പഴങ്ങൾ പറിക്കാൻ പുണ്യനബി ഏൽപ്പിച്ച നബി തങ്ങളുടെ ഉദ്യോഗസ്ഥനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. മഹാനായ സ്വഹാബി ഖൈബറിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടുത്തെ ജൂതന്മാരോട് മഹാനവർ പറഞ്ഞു, യാ മഅ്ശറൽ യഹൂദ്, ജൂതന്മാരെ, ജിഅ്തുകും മിൻ ഇൻദി അഹബ്ബിൻ നാസി ഇലയ്യ, ഞാൻ വന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മഹാന്റെ അരികത്ത് നിന്നാണ് ഞാൻ വരുന്നത്. അതാരാ? മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ ഇന്നകും ലമിൻ അബ്ഗളിൻ നാസി ഇലയ്യ, ജൂതന്മാരെ, എൻ്റെ റസൂലിനോട് നിങ്ങൾ കാണിച്ച ബിട്രയൽ, നിങ്ങൾ കാണിച്ച വഞ്ചന, എൻ്റെ ഹബീബിനോട് നിങ്ങൾ കാണിക്കുന്ന വൈരാഗ്യവും വിരോധവും നിങ്ങളുടെ വെറുപ്പും, അത് കാരണം എനിക്ക് നിങ്ങളോട് വെറുപ്പുണ്ട് എന്നത് ശരി തന്നെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് എൻ്റെ റസൂൽ. നിങ്ങളാണെങ്കിലോ എൻ്റെ റസൂലിനോടും അനുയായികളോടും അനീതി ചെയ്തവരാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പ്രതിഷേധമുണ്ട്. എന്നാൽ ഞാനെന്ന് പറഞ്ഞോട്ടെ, വലാകിൻ ലൻ യദ്ഫഅനി ഹുബ്ബി ലഹു വബുഗ്ദി ലകും അൻ അജൂർ. എൻ്റെ റസൂലിനോട് സ്നേഹമുണ്ട്, നിങ്ങളോട് എനിക്ക് വെറുപ്പുണ്ട്, എന്നാൽ പോലും നിങ്ങളോട് ഞാൻ അനീതി ചെയ്യില്ല കേട്ടോ. നീതി മാത്രമേ ഞാനിവിടെ നടപ്പാക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വലിയൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ അന്ന് ജൂതന്മാരാണ് പറഞ്ഞത്, ബിൽ അദ്ലി ഖാമത്തിസ് സമാവാതു വൽ അർള്, ബിൽ അദ്ലി ഖാമത്തിസ് സമാവാതു വൽ അർള്, നീതി കൊണ്ടാണ് ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നത്. ഈ ഭൂമിയിൽ നീതിയില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം ഇടിഞ്ഞു തകർന്ന് വീണേനെ എന്ന് അന്നത്തെ ജൂതന്മാർ പറഞ്ഞത്രേ. ബിൽ അദ്ലി ഖാമത്തിസ് സമാവാതു വൽ അർള്, നീതി കൊണ്ടാണ് ആകാശലോകങ്ങൾ നിലനിൽക്കുന്നതത്രേ. എന്തൊരു മനോഹരമായ വാക്ക്, ആശയം. അതുകൊണ്ട് അനീതിയോ അക്രമമോ വെറുപ്പുകളോ ഇവിടെ ആര് പ്രചരിപ്പിച്ചാലും
സത്യം തിരിച്ചു വരും, സ്നേഹം തിരിച്ചു വരും, നീതി തിരിച്ചു വരും. ഈ പ്രപഞ്ചം അങ്ങനെ അള്ളാഹു പടച്ചത്. കുറച്ചു നേരത്തേക്ക് പുകമറയുണ്ടാക്കാനോ അസ്വസ്ഥതയുണ്ടാക്കാൻ മാത്രമേ വെറുപ്പിൻ്റെ ആളുകൾക്ക് സാധിക്കുകയുള്ളൂ. അത് എന്നും നിലനിൽക്കുന്നതല്ല. സത്യം 17 വയസ്സാണ് സത്യത്തിനെന്നും. അതെന്നും തിരിച്ചു വരാൻ കാത്തിരിക്കുകയാണ്. നീതി തിരിച്ചു വരും, അനീതി നിഷ്പ്രഭമാകും, അക്രമങ്ങൾ നിഷ്പ്രഭമാകും, അനീതികൾ ദുഷ്പ്രഭമാകും. അതുകൊണ്ട് സത്യവും ന്യായവും ധർമ്മവും ബോധ്യപ്പെട്ടാൽ അത് സർവാത്മന അംഗീകരിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു വിശ്വാസിയുടെ, മനുഷ്യരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചരിത്രം പറഞ്ഞു തരുന്നു നമുക്ക്. സൂറത്തുൽ മാഇദ. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക് فتكون من أصحاب النار وذلك جزاء الظالمين. ആദം നബിയുടെ 2 മക്കളുടെ ചരിത്രമാണ് ഖുർആൻ പറയുന്നത് സൂറത്തുൽ മാഇദയിൽ. ഹാബീലിൻ്റെയും ഖാബീലിൻ്റെയും ചരിത്രം, ഏബലിൻ്റെയും ഖെയ്നിൻ്റെയും ചരിത്രം. ഇംഗ്ലീഷുകാർ ഏബൽ ആൻഡ് ഖെയ്ൻ എന്ന് പറയും. ഹാബീൽ ആൻഡ് ഖാബീൽ, ഹാബീലും ഖാബീലും. ഹാബീൽ മരിച്ചുപോയ ആളാണ്. ഹാബീലു ഹാലിക്കുൻ, ഖാബീൽ ഖാച്ചിലുൻ. ഖാബീൽ കൊലപാതകിയായിരുന്നു. ഖാബീൽ. ഖാറൂൻ മോശപ്പെട്ട ഒരു മുതലാളിയായിരുന്നു. ഖാബീൽ കൊലപാതകം ചെയ്തവനാണ്. ഇങ്ങനത്തെ 2 ഹാറൂനും ഖാറൂനുമുണ്ട്. ഹാറൂൻ നബിയാണ്, ഖാറൂൻ മോശപ്പെട്ട ഒരു മുതലാളിയായിരുന്നു. ഖാറൂൻ, ഖാഫ് വരുന്ന 2 പ്രശ്നങ്ങളാണ്. ഹാബീലും ഖാബീലും പറയുമ്പോൾ ഖാഫ്, ഖാബീൽ ഖാത്തിലാണ്, കൊലപാതകം ചെയ്തവനാണ്. ഹാബീൽ ഹാലിക്കാണ്, അവിടെ മരിച്ചുപോയ ആളാണ്. കൊന്നതാരാ? സ്വന്തം ജ്യേഷ്ഠൻ. കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ജയിലുകളുടെ ഇരുളിനുള്ളിൽ കിടന്ന് അഴികളെണ്ണി കിടക്കുമ്പോൾ ഓർമ്മ വരും വേണ്ടില്ലായിരുന്നുവെന്ന്. എടുത്ത് ഈജിപ്തിൽ ഒരു വിധി നടന്നു. ആ വിധി നടക്കുമ്പോൾ ജഡ്ജ് പ്രതിയോട് ഒരു വാളനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു സ്പീച്ച് ജഡ്ജ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട് തൂക്കിലേറ്റാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരനോട്. ത്വാഹ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മയെ കൊല ചെയ്തു കഴിഞ്ഞു. എന്തിനെന്നറിയോ? കാമുകിൻ്റെ കൂടെ പോവാൻ. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. തൻ്റെ കാമുകിയെ തൻ്റെ ഉമ്മക്ക് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ അവൾ വേണ്ട മോനെ, നിനക്ക് നല്ല സ്വാലിഹത്തായൊരു പെണ്ണിനെ അള്ളാഹു തരും. ഇവനാണെങ്കിലോ ഹിഫ്ദ് പഠിച്ച ആൾ കൂടിയാണ്, ജാമിഅത്തുൽ അസ്ഹറിൽ പഠിച്ച ആളാണ്. പക്ഷേ ഇബ്ലീസ് അങ്ങ് കൊണ്ടുപോയി. ജഡ്ജിയുടെ മനോഹരമായ വാക്കുകൾ. നിന്നെ വയറ്റിൽ 9 മാസം കൊണ്ടു നടന്നതിന് പകരം നീ ഉമ്മക്ക് പകരം നൽകിയത് എന്ത് എന്ന് നീ ഓർത്തിട്ടുണ്ടോ ത്വാഹ? നീയൊന്ന് വളരണം എന്ന് വിചാരിച്ച് നിനക്ക് അമ്മിഞ്ഞപ്പാല് തന്ന് അന്നം തന്ന് ഊട്ടി വളർത്തിയ നിൻ്റെ ഉമ്മക്ക് നീ പകരം കൊടുത്തത് ആ ഉമ്മയെ ശ്വാസം മുട്ടിക്കുകയായിരുന്നില്ലേ? ആ ഉമ്മ നിലവിളിച്ചില്ലേ, ത്വാഹ നീ എന്നെ കൊല്ലല്ലേ, നീ ഇഷ്ടപ്രകാരം നീ എന്താ തീരുമാനിച്ച പോലെ ചെയ്തോ, എന്നെ ഒന്ന് വിട് എന്ന്. ഹാഫിളത്തായ ഉമ്മ. ആ ഉമ്മ ഹാഫിളത്താണ്, കുട്ടികൾക്ക് ഹിഫ്ദ് പഠിപ്പിക്കുന്ന ഉമ്മയായിരുന്നു. ഇതൊക്കെ വിളിച്ചു പറഞ്ഞപ്പോഴും ത്വാഹ, പിശാച് നിൻ്റെ ഖൽബിൽ കൊണ്ടുവന്ന ദുശ്ചിന്ത കാരണം നിനക്ക് തോന്നിയില്ലല്ലോ എൻ്റെ ഉമ്മയെ ഒന്നും ചെയ്തില്ലെങ്കിലും എൻ്റെ ഉമ്മയെ ഒന്ന് വെറുതെ വിടാം, എന്നിട്ട് ആ ഉമ്മയുടെ ശരീരം കഷ്ണങ്ങളാക്കി നീ കുഴിച്ചിട്ടല്ലേ? അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നീ വിചാരിച്ചോ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത വിധം നീ മറച്ചു വെച്ചിട്ടുണ്ട് നിൻ്റെ തെളിവുകളെങ്കിൽ ആകാശലോകത്തിരിക്കുന്നവൻ്റെ കണ്ണുകൾ ഇത് കാണുകയാണ്. അതൊരു ഉപമയായി പറയുന്നതാണ്. അള്ളാഹുവിൻ്റെ കണ്ണുകൾ വേണ്ട, അള്ളാഹുവിൻ്റെ കണ്ണുകളില്ല. റബ്ബ് കാണുന്നുണ്ട് എന്ന് നീ വിചാരിച്ചില്ലല്ലേ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു വാല് തന്നെ
ജഡ്ജ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവനെ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ തോന്നുന്നുണ്ടാകാം വേണ്ടില്ലായിരുന്നുവെന്ന്. അപ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ടാകാം ഞാൻ എന്തിനിതൊക്കെ ചെയ്തു കൂട്ടിയെന്ന്. ആ കാമുകയും പോയി, ഉമ്മയും പോയി, സ്വന്തം ജീവനും പോകാൻ നിൽക്കുകയാണ്. മനുഷ്യൻ ചില നേരത്ത്, ഒരൽപ്പനേരത്ത് മനുഷ്യന് ചിന്താശേഷി നഷ്ടപ്പെടുമ്പോൾ വന്നു ഭവിക്കുന്ന മഹാദുരന്തങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കുറഞ്ഞ സമയം മതി ഇതിനൊക്കെ. ഒരു ഡ്രഗ് അടിച്ചു കഴിഞ്ഞാൽ ബോധം ഉണ്ടാവില്ല, എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത്. അറിയോ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നവരുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ. നമ്മുടെ മക്കൾ എവിടെ ചെന്നാലും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി ജീവിച്ചാൽ നമുക്ക് അവരെക്കുറിച്ച് ബേജാറില്ല, നമുക്ക് പരിഭ്രാന്തിയില്ല. ഇല്ലെങ്കിൽ മയക്കുമരുന്ന് വരുന്ന വഴികൾ നമ്മൾ തടഞ്ഞു വെക്കണം. അതൊരിക്കലും തടഞ്ഞു വെക്കാൻ ഇപ്പം നടക്കുന്നു പോലുമില്ല. എന്നാൽ പിന്നെ നമ്മുടെ മക്കളെ ഒന്ന് മുമ്പിലങ്ങ് പൊതി കൊണ്ടുവന്ന് വെച്ചാൽ പോലും ഞാനത് തൊടില്ല എന്ന് നമ്മുടെ മക്കൾ തീരുമാനിച്ചാൽ പോരെ. ആരെന്ത് വിറ്റാലെന്താ? നമ്മുടെ മക്കളത് വാങ്ങിക്കില്ല, നമ്മുടെ മക്കളത് തൊടില്ല. ഞങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന പടച്ചവൻ്റെ സൃഷ്ടികളാണ്. അവൻ അരുത് എന്ന് പറഞ്ഞത് ഞങ്ങൾ വായിലേക്ക് കൊണ്ടുപോകില്ല എന്ന് പറയാൻ നമ്മുടെ മക്കൾക്ക് ഈമാനുണ്ടെങ്കിൽ അവരെക്കുറിച്ച് എന്തിനാ പേടിക്കുന്നത്? ഏത് കള്ളുഷാപ്പിൻ്റെ മുമ്പിലും അവർ പോയി ജീവിച്ചോളും. എന്തേ? അവരതൊന്നും പ്രലോഭിപ്പിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അത്തരത്തിലുള്ള ഈമാനും യഖീനും അള്ളാഹു നമുക്ക് നൽകട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. നിങ്ങൾ അറിയുന്നുണ്ടോ, ഈ സ്വലാത്ത് ഹബീബിന് കേൾപ്പിക്കപ്പെടുകയാണിപ്പോൾ. അതുകൊണ്ട് ആ ഓർമ്മയിൽ തന്നെ വെറുതെ അന്തം വിട്ട് ചൊല്ലരുത്. നല്ല ബോധ്യത്തോടുകൂടെ പോകുന്നുണ്ടല്ലേ, നല്ല ബോധ്യത്തോടുകൂടെ ചൊല്ലുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സല്ലു അലൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا. إني أريد أن تبوء بإثمي وإثمك فتكون من أصحاب النار وذلك جزاء الظالمين. ഭൂമിയിലേക്ക് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പറഞ്ഞയച്ചതിന് ശേഷം ഭൂമിയിൽ നടക്കുന്ന ആദ്യത്തെ പാതകം കൊലപാതകമാണ്. ആ കൊലപാതകത്തിന് കാരണമായത് അസൂയയാണ്. രണ്ടുപേരോടും ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കാൻ വേണ്ടി പറയുകയും ഫതുഖുബ്ബില മിൻ അഹദിഹിമാ, അന്നൊക്കെ ഒരു നേർച്ചയാക്കിയാൽ അള്ളാഹു അത് സ്വീകരിച്ചോ ഇല്ലയോ എന്നറിയാൻ ഒരു തുറന്ന സ്ഥലത്ത് അവനവൻ നേർച്ചയാക്കുന്ന സാധനം കൊണ്ടുപോയി വെച്ചാൽ ഒരു വലിയ തീ വന്നതിനെ കരിച്ചു കളഞ്ഞു കൊണ്ടുപോകലായിരുന്നു പതിവ്. അങ്ങനെ ഹാബീൽ എന്ന നല്ല മനുഷ്യൻ്റെ കൊച്ചനുജൻ്റേത് സ്വീകരിക്കപ്പെടുകയും അസൂയ കൊണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഖാബീലിൻ്റേത് സ്വീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്തപ്പോൾ സ്വന്തം മനുജൻ കണ്ടുവച്ച പെണ്ണ് എനിക്ക് വേണം എന്നാലോചിച്ച് ആ പെണ്ണിനെ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ച് സ്വന്തം സഹോദരനോട് അസൂയ കാണിച്ച ചരിത്രമാണ് ഹാബീലിൻ്റെയും ഖാബീലിൻ്റെയും ചരിത്രം. സുബ്ഹാനല്ലാഹ്, മനുഷ്യകുലത്തിൻ്റെ തുടക്കമാണത്. അതുകൊണ്ട് തന്നെ ആ ഒരു തലമുറയിൽ അനുവദിച്ച പലതും പിന്നീടുള്ള തലമുറകളിൽ അള്ളാഹു അനുവദിച്ചിട്ടില്ല. ആ വിവാഹം നടക്കുന്നത് ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള വിവാഹമാണത്. കാരണം വേറെ മനുഷ്യർ ഇവിടെ വേറെ ഇല്ലായിരുന്നു. അത് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ് എന്താണ് എന്ന് അപ്പോൾ പറയുന്നവർ പറയണം. പിന്നെ എന്താണ് ഇവിടെ ചെയ്യേണ്ടിയിരുന്നത്? അള്ളാഹു അത് അനുവദിച്ചു കൊടുത്തു. അനുവദിക്കാനും നിരോധിക്കാനും അധികാരമുള്ളവനാണ് സൃഷ്ടാവ്. അത് മനസ്സിലാക്കുന്നവർക്ക് ഇതൊരു വിഷയമേ അല്ല. അല്ലാത്തവർക്ക് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഫതുഖുബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ.
വിശുദ്ധ നബി തങ്ങൾ പറയുമായിരുന്നു, ഉമ്മത്തികളെ, എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്ന ഏറ്റവും വലിയ ഫിത്നത്തുൻ നിസാ, പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട ഫിത്നയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാമുകന്മാർ, ബെസ്റ്റീസും അല്ലാത്തവരും, ഫ്രണ്ടുകളും ക്രഷുകളും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യ ശരീരത്തിൽ കിടക്കുന്ന അള്ളാഹു സന്നിവേശിപ്പിച്ച മനുഷ്യനിലെ ചില ഹോർമോണുകളെ പ്രവർത്തിപ്പിച്ച് തിന്മകൾ ചെയ്യാൻ പിശാച് പല രൂപത്തിലും പല ഭാവത്തിലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന കാലമാണിത്. അങ്ങനെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നോ കൂടെ കൊണ്ടുപോകണമെന്നോ ആലോചിക്കുമ്പോൾ അവളോട് മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ എന്നാൽ പിന്നെ അവനെ ശരിയാക്കണം. പിന്നെ അങ്ങനെയായി ചിന്ത. കൊട്ടേഷൻ സംഘങ്ങളെ സ്വീകരിക്കുന്നവരെ, ഒരു ജീവൻ അള്ളാഹു അനുവദിക്കാത്ത പരിശുദ്ധമായ ഒരു ജീവൻ, അള്ളാഹു പൊറുക്കാത്തൊരു പാതകം ചെയ്യാൻ കാരണമാകുന്നത് ഒരു പ്രേമമായിരിക്കും. കോളേജിലോ മറ്റോ തുടങ്ങിയ പ്രേമബന്ധമായിരിക്കും. അവൾ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാവും, അവൾക്ക് മക്കളായിട്ട് കാണും, അവരുടെ ഭർത്താവിൻ്റെ കൂടെ അന്തസ്സ് ജീവിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും പിന്നെ ഒരു സ്കൂൾ 10ാം ക്ലാസ് കൂട്ടായ്മ, 1988 +2 കൂട്ടായ്മ. അപ്പം അന്ന് കാണുമ്പോൾ കൂടെ അന്ന് പിന്നാലെ നടന്നിരുന്ന ആളുകൾ, കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും കണ്ടുമുട്ടുമ്പോൾ ഇബ്ലീസിൻ്റെ ചില വർക്കുകൾ അവിടെ വർക്കൗട്ടാകും. നമ്മളെക്കാളും സ്മാർട്ടാണ് ഇബ്ലീസ് എന്ന് എപ്പോഴും മനസ്സിലാക്കണം. ഏറ്റവും വലിയ ടെക്നോളജി അവൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ചില ഉണങ്ങി മരിച്ച് ദ്രവിച്ചു പോയിരുന്ന ചില ചിന്തകൾ അപ്പോൾ ഉണരുകയായി. കെയറും സപ്പോർട്ടും എന്ന പേരിൽ ആ ബന്ധങ്ങൾ പുനർജനിക്കുകയായി. അന്തസ്സിൽ ജീവിച്ചിരുന്ന കുടുംബിനികൾ പിന്നെ ഇറങ്ങി ഓടുകയായി. കുടുംബമില്ല, മക്കളില്ല, ഭർത്താവില്ല, നാട്ടുകാരില്ല, ഒന്നുമില്ല. ഏതോ ഒരു ശാരീരിക സുഖത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ എല്ലാ പൊലിമയും തീർന്നു. ഇനി എന്ത് എന്ന് അന്തം വിട്ട് ചിന്തിച്ചു പോകുന്ന ഇത്തരം ഫിത്നകളൊക്കെ വരുന്നത് ഒരു കുടുംബത്തിന്, ഒരു വീടിന് മാത്രമല്ല, ഒരു കുടുംബത്തിന് മാത്രമല്ല, ഒരു മഹലിന്, ഒരു നാടിന്, ഒരു പഞ്ചായത്തിന് എത്ര അപമാനമാണ്. അന്തസ്സിൽ ജീവിക്കേണ്ട, മനുഷ്യൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് ഒരു പെണ്ണിന് വേണ്ടിയാണ്. ഇന്നും നടക്കുന്നത് അങ്ങനെ തന്നെയാണ്. തട്ടിക്കൊണ്ടുപോകലുകളും കിഡ്നാപ്പുകളും മർഡറുകളും മർഡർ അറ്റംപ്റ്റുകളും എല്ലാം നടക്കുന്നത്, ഭീഷണികൾ നടക്കുന്നത് പെണ്ണിനെ ചൊല്ലിയാണ്. അതുകൊണ്ട് പുണ്യനബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണേ. ഇന്ന ഔവല ഫിത്നത്തിൻ ഫീ ബനി ഇസ്രായീല കാനത് ഫിൻ നിസാ. മനുഷ്യകുലങ്ങളിൽ ഏറ്റവും കൂടുതൽ സമുദായങ്ങളായി വളർന്നു വന്നത് ബനു ഇസ്രായേലുകളാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഒരു സഹോദരനുണ്ട്, ഐസ് എന്ന് പറയുന്ന സഹോദരൻ. യാക്കൂബ് നബി ഇസ്ഹാഖ് നബിയുടെ മകനാണ്. ഇസ്ഹാഖ് നബിക്ക് 2 മക്കളാണ്, ഒന്ന് യാക്കൂബ് നബി, മറ്റൊന്ന് ഐസ്. ഐസ് എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്നാണത്രേ യൂറോപ്യന്മാരും അമേരിക്കൻസും ആ ഭാഗങ്ങളിൽ വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ള മുഴുവൻ ആളുകളുടെയും മനുഷ്യപിതാവ് ഐസ് ഇബ്നു ഇസ്ഹാഖ്. ഇസ്ഹാഖ് നബിയുടെ മകൻ ഐസാണത്രേ. എന്നാൽ ജോർഡാൻ, ലെബനോൻ, പാലസ്റ്റൈൻ, ജസീറത്തുൽ അറബ് അടക്കമുള്ള അവിടെ നിന്നിങ്ങോട്ടുള്ള ഈസ്റ്റേൺ രാജ്യങ്ങളുടെ മനുഷ്യരുടെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാമാണ്. യാക്കൂബ് നബിയുടെ 12 മക്കളിലൂടെയാണ് അവർ വരുന്നത്. മനുഷ്യൻ്റെ ആന്ത്രോപോളജി, ഇസ്ലാമിക് ആന്ത്രോപോളജി അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പുണ്യനബി പഠിപ്പിച്ച ഹദീസാണ് നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നത്. എൻ്റെ മുമ്പിൽ കിടക്കുന്ന പ്രൂഫുകൾ അതാണ്, അത് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പല സോഷ്യോ സയൻറ്റിസ്റ്റുകൾക്കും വേറെ അഭിപ്രായങ്ങളുണ്ടാകാം, ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഈസിൻ്റെ മക്കളാണ് യൂറോപ്യരെങ്കിൽ ബനു ഇസ്രായേലുകളുടെ പിതാവാണ് യാക്കൂബ് അലൈഹിസ്സലാം. 2 പേരും ഇസ്ഹാഖ് നബിയുടെ മക്കളാണ്. ഇസ്ഹാഖ് നബി ആണെങ്കിലോ ഇബ്രാഹിം നബിയുടെ മകനാണ് അലൈഹിസ്സലാം. നിങ്ങൾ ആ ചിത്രം ശരിക്കും കിട്ടിക്കാണുമ്പോൾ, ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക് ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. ബനു ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ ഒരു സമൂഹത്തിൽ ആദ്യം നടന്ന ഫിത്നയും ആദ്യം നടന്ന പ്രശ്നവും
ഫിന്നിസാ, ഒരു പെണ്ണിനെ ചൊല്ലിയായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾ മോശക്കാരികളായതുകൊണ്ടല്ല സഹോദരിമാരെ, നിങ്ങൾ മോശക്കാരികളായതുകൊണ്ടല്ല, നമുക്കിടയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന് ഉണ്ടാകുന്ന അബദ്ധമായിരിക്കും അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുക. അതുകൊണ്ട് വളരെ വൾനറബിളാണ് നമ്മുടെ ജീവിതമെന്ന് മനസ്സിലാക്കണം. സ്ഫടിക സമാനമാണ്, തട്ടിയുടയാൻ എളുപ്പമാണ്. കണ്ട ഇൻസ്റ്റഗ്രാമിലും മറ്റും ഫ്രണ്ട്ഷിപ്പ് ആഡ് ചെയ്ത് ഒരു പരിചയവുമില്ലാത്ത ആളുകളുമായി നിരന്തര ബന്ധത്തിലും സമ്പർക്കത്തിലുമായി ആ ബന്ധങ്ങൾ പ്രേമമായി മാറി, പിന്നെ കാഴ്ചകളായി, മീറ്റിങ്ങുകളായി, അങ്ങനെ ജീവിതം വഴിവിട്ടു പോകുമ്പോൾ ആലോചിക്കണമേ, ഞാനൊരു ഫിത്നയിലേക്കാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുരുഷന്മാരറിയണേ, ഫിത്ന പിശാച് കൂടെ കൂടുന്നത് പെണ്ണിൻ്റെ വിഷയം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ്, അവരുടെ സൗന്ദര്യത്തിൽ മോഹിപ്പിച്ചുകൊണ്ടാണ്, വികാരമിളക്കുന്ന ചില ചിന്തകൾ നൽകിയതിൻ്റെ പേരിലാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ഖാബീലും ഹാബീലും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഖാബീൽ അനുജനോട് കാണിച്ച അസൂയയാണ്. ആ അസൂയ തന്നെ ഖാബീൽ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ച പെണ്ണിനെ ആദം നബി അലൈഹിസ്സലാം ഖാബീലിന് കൊടുക്കാതെ ഹാബീലിന് നിയമിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്നതിൻ്റെ പേരിലാണ്. തന്നെ കൊല്ലാൻ കൈനീട്ടുമ്പോൾ ഹാബീൽ പറഞ്ഞ വാക്കുണ്ട്, നീ എന്നെ കൊല്ലാൻ വേണ്ടി കൈനീട്ടുകയാണെങ്കിൽ, എനിക്ക് നേരെ നീ കൈനീട്ടുകയാണെങ്കിൽ നിന്നെ കൊല്ലാൻ ഞാനില്ല, ഞാൻ നിന്നെ തിരിച്ചു കൊല്ലാൻ ശ്രമിക്കുക പോലുമില്ല. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക് ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. അതുകൊണ്ട് ക്യാമ്പസുകളിൽ താമസിക്കുന്ന മക്കൾ, കോളേജുകളിൽ പോയി വരുന്ന മക്കൾ, പ്രായപൂർത്തിയായ മക്കളാണ് ഇവരൊക്കെ ഒന്ന് ആലോചിക്കണം. 13 വയസ്സ് കഴിഞ്ഞാൽ 14 15 മാക്സിമം ശരീരത്തിന് പ്രായപൂർത്തിയാകുന്ന പ്രായമാണ്. അതുകൊണ്ട് മിക്സ്ഡ് ക്ലാസ് റൂമുകളാണ് നമ്മുടെ സ്കൂളിലോ കോളേജിലോ ഉള്ളതെങ്കിൽ പോലും ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം വളരെ നിയന്ത്രിതമായ ബന്ധങ്ങളെ ഓപ്പോസിറ്റ് ജെൻഡറുമായി പാടുള്ളൂ എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. നിയന്ത്രണങ്ങൾ വേണം. ഇത് ആഭാസമായി ജീവിക്കുന്ന ലോകമല്ല, വിചാരണയ്ക്ക് വിധേയമാവേണ്ട ലോകമാണ്. ഒരു നിക്കാഹിലൂടെ അനുവദിക്കപ്പെടുന്ന ബന്ധം പോലെയല്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ബന്ധങ്ങൾ. നിക്കാഹിൻ്റെ ബന്ധത്തിൻ്റെ 1000-ൽ ഒരു അംശത്തിലേക്ക് എത്തുകയില്ലല്ലോ. കൂടെ പഠിച്ചു എന്ന ബന്ധം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടായിരുന്നു എന്ന ബന്ധം, അല്ലെങ്കിൽ എന്നെ എക്സാമിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ബന്ധം. അതുകൊണ്ട് ഗൗരവമാണ്, ശ്രദ്ധിക്കണം. ഒരു തിന്മ സംഭവിച്ചു പോകുന്നതാണ് അപകടം. അത് കഴിഞ്ഞാൽ തിന്മകൾ ആവർത്തിക്കും. ആദ്യത്തെ തിന്മയാണ് പ്രശ്നം. അതിനവസരങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിറകെ വരുന്ന തിന്മകൾ അതിലും നിസ്സാരമായി തോന്നും. അത് വലിയ അപകടമാണ്. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക്. ഖാബീലേ, നീ ചെയ്ത കുറ്റത്തിൻ്റെ പാതകം, നീ എന്നെ കൊല്ലുന്ന കൊലപാതകത്തിൻ്റെ ശിക്ഷയും ഇതെല്ലാം നിന്റെ അക്കൗണ്ടിലേക്ക് വരണം. നീ എന്നെ കൊല്ലാൻ വരുമ്പോൾ പോലും നിന്നെ തിരിച്ചു കൊല്ലാൻ ഞാൻ കൈ നീട്ടുകയില്ല എന്ന് വളരെ നിഷ്കളങ്കമായി മറുപടി കൊടുത്ത ഹാബീൽ ആദ്യത്തെ കൊലപാതകത്തിൽ മരണമടഞ്ഞ സഹോദരനാണ്. ജ്യേഷ്ഠനാണ് അനുജനെ കൊല്ലുന്നത്, ജ്യേഷ്ഠനാണ് അനുജനെ കൊന്നത്. ഒരു വീട്ടിൽ നടന്ന കൊലപാതകമാണ്, ഭൂമിയിൽ നടന്ന ആദ്യത്തെ കൊലപാതകം. ആദ്യത്തെ തെറ്റെന്ന് പറയുന്നത് സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ ആദ്യം നടന്നത് കൊലപാതകമാണ്. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ഭൂമിയിൽ നടക്കുന്ന സർവ്വ കൊലപാതകങ്ങളുടെയും ശിക്ഷയിൽ ഒരംശം ഖാബീലിൻ്റെ അക്കൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലിഅന്നഹു, കാരണം അവനാണ് അവ്വലു മൻ സന്നൽ ഖത്ൽ, കൊലപാതകം തുടങ്ങി വെച്ചത് അയാളാണല്ലോ. അതുകൊണ്ട് ആരൊക്കെ തന്നെ തുടർന്ന് ആ പണി ചെയ്യുന്നുണ്ടോ, തന്നിൽ ഇൻസ്പയർഡായിട്ട് ചെയ്യുന്ന കുറ്റങ്ങൾക്കെല്ലാം ഖാബീലിന് അവരുടെ ശിക്ഷ പോലോത്തൊരു ശിക്ഷ അള്ളാഹു നൽകുന്നുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവൻ നൽകിയത് അള്ളാഹുവാണ്. അത് തിരിച്ചെടുക്കാൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. ഒരു മനുഷ്യനും ഒരാളെ ജീവൻ എടുക്കുക സാധ്യമല്ല. നമ്രൂദുമായി സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം സംവാദം നടത്തുമ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്കുണ്ട്,
എൻ്റെ റബ്ബാണ് യുഹീ വയുമീത്, ജീവൻ നൽകുന്നതും മരിപ്പിക്കുന്നതും അല്ലാഹുവാണ്. അപ്പോൾ നമ്രൂദ് എന്ത് പറഞ്ഞു? ജയിലിൽ കിടക്കുന്നവർ രണ്ടാളുകളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. they were sentenced death. അവർ വധശിക്ഷ നടപ്പാക്കപ്പെടുന്ന ആളുകളാണ്. അവരെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഒരാളോട് പറഞ്ഞു നീ പൊയ്ക്കോ, മറ്റേ ആളെ അവിടെ വെച്ച് കൊല്ലാൻ പറഞ്ഞു. കണ്ടില്ലേ, ഞാൻ ജീവൻ കൊടുത്തു, ഞാൻ ഒരാളെ കൊന്നു. ജീവൻ എടുക്കാനും ജീവൻ കൊടുക്കാനും ഇബ്രാഹീമേ അലൈഹിസ്സലാം, നിന്റെ പടച്ചവന് കഴിയുന്ന പോലെ എനിക്കും കഴിയുമെന്ന് നമ്രൂദ് വാദിച്ചപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം അതിന് മറുപടി കൊടുക്കുന്നില്ല. കാരണം ആ പറഞ്ഞ വാദം അടിസ്ഥാനരഹിതമാണ്. എന്തുകൊണ്ട്? ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യലാണ്. റൂഹ് നിലനിൽക്കാൻ മനുഷ്യൻ്റെ ശരീരത്തിൽ എന്ത് സെറ്റപ്പ് വേണമോ എന്ന് അള്ളാഹു തീരുമാനിച്ചതിനെ ബ്രേക്ക് ചെയ്യുകയാണ് ഒരു കൊലപാതകി ചെയ്യുന്നത്. എന്നാൽ മരണം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു രോഗിയുടെ ദേഹത്ത് തൊടാതെ ആ ദേഹത്ത് നിന്നും ദേഹിയെ, റൂഹിനെ പിടിച്ചെടുക്കാൻ ഒരു മനുഷ്യന് കഴിയുമോ? ആ ബോഡിയിൽ ഡാമേജ് ചെയ്യരുത്, ആ ബോഡിയിൽ വിഷം കുത്തിവെക്കരുത്, ആ ബോഡിയിൽ നിങ്ങൾ അപകടം വരുത്തരുത്. കിടന്ന മനുഷ്യനെ ആ കിടക്കുന്ന കിടപ്പിൽ നിന്ന് റൂഹിനെ പിടിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? എങ്കിലാണ് എനിക്ക് മരിപ്പിക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തർക്കിക്കാൻ നിന്നില്ല. എൻ്റെ പടച്ചവൻ ആരെന്നറിയുമോ? എൻ്റെ പടച്ചവനാണ് സൂര്യനെ കിഴക്കുദിപ്പിക്കുന്നത്, നീ അങ്ങ് ഉദിപ്പിച്ചേ സൂര്യനെ പടിഞ്ഞാറു നിന്ന്. ദൈവനിഷേധിയായ നിരീശ്വരവാദിയായ നമ്രൂദ് ഉത്തരം മുട്ടി എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ജീവിതവും മരണവും അള്ളാഹു സംവിധാനിക്കുന്നതാണ്. ഒരു റൂഹിനെയും നശിപ്പിക്കാൻ, ആ ശരീരം ബ്രേക്ക് ചെയ്യാൻ അള്ളാഹു ആരെയും അനുവദിച്ചിട്ടില്ല. കോടതികൾക്ക് നൽകിയ അധികാരമൊഴികെ, കോടതികൾ ശിക്ഷ വിധിക്കുന്നതൊഴികെ, അതും ജഡ്ജിമാർ അത്രക്കുമേൽ സൂക്ഷ്മതയോടുകൂടെ വിശകലനം ചെയ്ത് പഠിച്ചതിന് ശേഷം കുറ്റവാളിയാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് വധശിക്ഷയ്ക്ക് വിധിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ആ വലിയൊരു പാതകം ചെയ്യാൻ നിമിത്തമായത് എന്തേന്നറിയുമോ? അൽ ഹസദു, അസൂയയായിരുന്നു. അസൂയയാണ്. ഒരു ആലുവ കച്ചവടക്കാരനടുത്ത ആലുവ കച്ചവടക്കാരനോട് ചിലപ്പോൾ ഒരു പക്ഷേ, ഒരു ഒപ്റ്റിക്കൽസിന് അടുത്ത ഒപ്റ്റിക്കൽസിന്, ഒരു കാർ ഷോപ്പുകാരൻ അടുത്ത കാർ ഷോപ്പിനോട്, ഒരു ജ്യൂസ് വിൽക്കുന്ന കടക്കാരൻ അടുത്ത ജ്യൂസ് കടയോട്, ഒരു റെസ്റ്റോറൻറ്റുകാരന് തൊട്ടപ്പുറത്ത് വരുന്ന റെസ്റ്റോറൻറ്റ് കടക്കാരനോട് ഇങ്ങനെയൊക്കെ തോന്നാം. ഒരു മുസ്ലിയർക്ക് വേറെ മുസ്ലിയരോടും തോന്നാം, ഒരു എഞ്ചിനീയർക്ക് വേറെ എഞ്ചിനീയറോട് തോന്നാം, എല്ലാവർക്കും. ഇനി ഒരു മൈക്ക് സെറ്റർക്ക് അടുത്ത മൈക്ക് സെറ്റരോട് തോന്നാം. സ്വാഭാവികമാണ്. എന്തേ? മനുഷ്യൻ വിചാരിക്കുന്നത് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മാന്തിയെടുക്കുന്നതാണെന്നാണ്. ആണോ? അല്ല. നിങ്ങളുടെ റിസ്ക്കിൽ നിന്ന് ഒരക്ഷരം, ഒരു ഫിൽസ് പോലും കുറയാതെ നിങ്ങളുടെ തൊട്ടടുത്ത ഷോപ്പുകാരന് കൊടുക്കാൻ അള്ളാഹുവിന് കഴിയും. നിങ്ങളുടെ റിസ്ക് എടുത്ത് അതിൽ നിന്ന് പകുതിയല്ല അടുത്തവന് കൊടുക്കുന്നത്. പിന്നെയോ, നിങ്ങൾക്ക് വേണ്ട കസ്റ്റമറെ കൊണ്ടുവരാൻ അള്ളാഹു കഴിയും. ഒരു കഷ്ണം വാങ്ങിയവനെ കൊണ്ട് 2 കിലോ വാങ്ങിപ്പിക്കാനും അള്ളാഹുവിന് കഴിയും. അതുകൊണ്ട് എൻ്റെ അരികത്ത് വന്ന കച്ചവടക്കാരന് റബ്ബേ നീ ബർക്കത്ത് കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന കച്ചവടക്കാർ വേണം. അവൻ പൊളിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞ് കൂടോത്രം ചെയ്യുന്നവരല്ല വേണ്ടത്. അങ്ങനെ ചെയ്യുക. കോഴിമുട്ട, അനങ്ങിയ മുട്ട പരിപാടിയാണ്. കൂടോത്രം ചെയ്യുക, സിഹിർ ചെയ്യുക, ഓടിക്കാൻ, മാരണം ചെയ്യുക. ആ സാധു എന്തൊക്കെയോ പണ്ടവും സ്വർണ്ണൊക്കെ വിറ്റിട്ട് തുടങ്ങിയ കച്ചവടമായിരിക്കും. ഇപ്പം കൊണ്ടുവന്ന് കൂടോത്രം ചെയ്യും. അവിടെ ആ സാധനം ഇത് കണ്ടുപിടിക്കാനും കഴിയില്ല. അങ്ങനെ കസ്റ്റമർ ആരും കയറാണ്ടാവും, പോവും ചെയ്യും. ഇന്നിപ്പോൾ അതും കച്ചവടം, കൊലപാതകം വരെ എത്തി. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മുടെ നാടിനെ കാക്കട്ടെ. അബദ്ധങ്ങളിലും ഇതുപോലെയുള്ള വീഴ്ചകളിലും ചെന്ന് പെടാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആലോചിച്ച് നോക്കൂ, അസൂയയാണ് മനുഷ്യനുള്ളത്. ഒരുത്തൻ്റെ വീട് കാണുമ്പോൾ അതുപോലെയോ അതിലേറെയോ അതിന് സമാനമോ നമുക്കനുയോജ്യമായതോ ആയത് അള്ളാഹു തരാൻ കഴിവുള്ളവനാണ് എനിക്ക്. ഞാൻ എന്തിനസൂയ വെക്കണം? അള്ളാഹു ഒരു മനുഷ്യന് കൊടുത്തത് എനിക്കിഷ്ടമായില്ല എന്ന് പറയാൻ, അള്ളാഹിൻ്റെ അധികാരത്തിൽ കയറിക്കളിക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? അസൂയ എന്ന് പറഞ്ഞതല്ലേ. അള്ള കൊടുത്തത് എനിക്കിഷ്ടമായില്ല, നീ ആരാണത് ചെയ്യാൻ?
അള്ളാന്റെ തീരുമാനമല്ലേ അത്. നിനക്ക് തരാനും തരാതിരിക്കാനും നിന്റെ കൂട്ടുകാരന് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും അധികാരമുള്ളവനല്ലയോ അല്ലാഹു. അതുകൊണ്ട് റബ്ബേ, നീ ആർക്ക് കൊടുക്കുന്നതും എനിക്ക് പൊരുത്തമാണ്, എനിക്കാവശ്യമുള്ളതും നീ തരേണമേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യലല്ലേ വേണ്ടത്. ഒരാൾ നശിച്ചു പോകണം എന്ന് ചിന്തിച്ച് എനിക്ക് കിട്ടണം ബിസിനസ്, എൻ്റെ അടുത്ത് വരണം ആളുകൾ, എൻ്റെ ഷോപ്പിലേ കയറാവൂ, അവിടെ പോയി കയറരുത്, ഇതൊരു മുസ്ലിമിന് ചിന്തിക്കുക പാടില്ല. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക് ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. എല്ലായിടത്തും അസൂയയാണ്. മനുഷ്യൻ നോക്കുന്നിടത്ത് മുഴുവൻ. ഒരു മനുഷ്യൻ്റെ ഒരു ഹൗസ് വാമിങ് നടന്നാൽ പോലും അസൂയല്ലേ. ഞാൻ പറയും, നാട്ടുകാർക്ക് മുഴുവൻ ചോറ് കൊടുക്കും വേണം, ഒരു അസൂയ കാണും വേണം, എന്നിട്ട് ഒരു കുഴഞ്ഞു വീഴും വേണം. എന്തിനായി പണിച്ച്? എന്നാൽ പിന്നെ ചെയ്യാതിരുന്നാൽ പോരെ. വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നാട്ടുകാരെ വിളിച്ചിട്ട് നല്ല ഭക്ഷണം കൊടുത്തിട്ട് വലിച്ചതായിരിക്കും. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം എന്നാ ഞാൻ പറഞ്ഞോണ്ടാ, ഞാൻ ഇപ്പം പറയില്ല, വെറുതെ പറയാ, തട്ടിവിടുക. ഒരു മനുഷ്യൻ്റെ ഇജ്ജത്തിനെ തകർക്കുക. അതുമല്ല, അസൂയ കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഒരു പുതിയ വീടൊക്കെ ഉണ്ടാക്കി ഹൗസ് വാമിങ് നടത്തുമ്പോഴേ ചെരുപ്പിട്ട് ചളിയുള്ള ഷൂട്ട് കയറിപ്പോവുക. അത് അസൂയ എന്നല്ലാതെ എന്തായാലും പറയാം. ഒരു മനുഷ്യൻ്റെ വീട് വൃത്തിയായി ഒരു കാർപ്പറ്റ് വിരിച്ച് സോഫ സെറ്റ് വിരിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഭക്ഷണം തന്ന് വിടുന്ന ഒരു മനുഷ്യൻ്റെ വീട് ചളിയാക്കി കൊടുത്തു പോരാ. എന്നിട്ട് ആ ഷൂ വെച്ച് ചുമരുമ്മലൊക്കെ ചാരി നിർത്തേണ്ട ചെക്കന്മാർക്ക് ജ്യൂസും പിടിച്ചിട്ട്. നിങ്ങളെ സ്വന്തം വീട്ടിലത് ചെയ്യുമോ? നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ചെരുപ്പിട്ടുകാരെ ഉമ്മ തല്ലൂലേ? ഒരു മനുഷ്യൻ്റെ വീട്ടിൽ അത്ര വൃത്തി സൂക്ഷിക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടേ? ആ വീട്ടുകാരനെ പറയാൻ പറ്റൂല ചെരുപ്പൂരി വെക്കുക, എന്നാൽ പിന്നെ അവിടെ കച്ചറയാവും അല്ലേ? ആ വീട്ടുകാരൻ മിണ്ടാണ്ടിരിക്കും. നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഒരു പുതിയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ചെരുപ്പഴിച്ച് വെച്ച് കയറിക്കൂടെ? ആ മനുഷ്യൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് വൃത്തിയിൽ ചെയ്തത്, പിന്നെ ആർക്കെങ്കിലും അവിടെ നിസ്കരിക്കാൻ പറ്റുമോ? റൂമിൽ ഈ ഷൂട്ട് ഇത് എത്ര വൃത്തിയാക്കണം? പാതിരാത്രി ആൾക്കാർ പോയിട്ട് ഉറങ്ങാതെ വൃത്തിയാക്കി തലകറങ്ങി വീഴൂലേ അവരൊക്കെ? എന്തിന് വൃത്തികേടാക്കണം? നമ്മൾ പറയാം അത്തഹൂറു ഷത്റുൽ ഈമാൻ, ഈമാൻ്റെ പകുതിയാണ് വൃത്തിന്ന്. എന്നിട്ട് ഈ കക്കൂസ് പോകുന്ന ഷൂട്ടിട്ട് ഒരു പുതിയ വീട്ടിൽ കയറി ചെല്ലുക, എന്നിട്ട് അങ്ങ് വൃത്തികേടാക്കി പോരാ. ചെയ്യരുത് മക്കളെ, ദയവ് ചെയ്ത് ഒരു കല്യാണ വീട്ടിൽ വൃത്തികേടാക്കി കൊടുക്കുക. എന്തിനത്? അസൂയയാണ്. ഇതിൻ്റെ പേരാണ് അസൂയ. ഇത് അസൂയയാണ്, കണ്ടുകൂടായ്മയാണ്. മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ചോദിക്കുമ്പോൾ സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കുഴപ്പമാണ് എന്ന് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയോ? സുഖമാണെന്ന് പറയും. ആ സുഖമാണ്, വലിയ വലിയ സുഖമാണോ? ആ തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിന് സമാധാനമാവും. ഇല്ലെങ്കിൽ അവന് ബേജാറാണ്, ഇയാൾക്കൊരു കുഴപ്പമില്ലേ എന്ന്. സുബ്ഹാനല്ലാഹ്. പ്രയാസങ്ങളൊന്നും ഇല്ല എന്ന് കേൾക്കുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവർ, യാ അല്ലാഹ്, നല്ലൊരു ചോദിക്കും സുഖം തന്നെയല്ലേ. പിന്നെ എന്തിനാ ചോദിക്കണത്? സുഖം തന്നെയല്ലേ എന്ന് പറയും. ഒരു മനുഷ്യന് സുഖമാണ്, കുഴപ്പങ്ങളില്ല, റാഹത്താണ് എന്ന് കേൾക്കാനല്ലേ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ടത്? അങ്ങനെയല്ലേ നമ്മുടെ കൽബിലേക്കാണ് അള്ളാഹു നോക്കുന്നത്, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിലേക്കല്ല. അള്ളാഹു നോക്കുന്ന ഇടം കൽബാണ്. അവിടെ നന്നാക്കി വെക്കണേ. അസൂയ വേണ്ട, ഒരാളോടും കുശുമ്പ് വേണ്ട, ഒരാളോടും പക വേണ്ട. നിങ്ങളുടെ കൽബ് ശുദ്ധിയാക്കണേ എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് തന്നെ വലിയ ആളായി നടന്നിട്ടും കാര്യമില്ല, നിങ്ങളുടെ ശരീരത്തിലെ ഒരു മാംസകഷ്ണം നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റാതെ നിങ്ങൾ എത്ര ഹജ്ജും ഉംറയും സ്വതക്കയും ദാനധർമ്മങ്ങളും കല്യാണം സൽക്കാരം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്, അത് ഹൃദയമാണ്, അത് ഹൃദയമാണ്. അവിടെ നന്നാക്കണേ. വെറുപ്പ് കൊണ്ട് നടക്കല്ലേ, അസൂയ കൊണ്ട് നടക്കല്ലേ, വൈരാഗ്യം കൊണ്ട് നടക്കല്ലേ, പ്രതികാരം കൊണ്ട് നടക്കല്ലേ. എല്ലാവർക്കും നല്ലത് വരണം, എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും സന്തോഷിക്കണം എന്ന് ചിന്തിക്കുന്നവനാണ് സത്യവിശ്വാസി. അതിനാണ് അദ്ദീനു അന്നസ്വീഹ. ദീനെന്ന് പറയുന്നത് എല്ലാവർക്കും നല്ലത് വരണം എന്ന് വിചാരിക്കലാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ തഹാസദൂ, നിങ്ങൾ പരസ്പരം അസൂയപ്പെടരുതേ, വലാ തബാഗദൂ, നിങ്ങൾ പരസ്പരം ദേഷ്യപ്പെടരുതേ, വലാ തനാജശൂ, നിങ്ങൾ പരസ്പരം വൈരാഗ്യം കാണിക്കരുതേ, കൂനൂ ഇബാദല്ലാഹി ഇഖ്വാനാ, അല്ലാഹുവിൻ്റെ പടപ്പുകളെ നിങ്ങൾ സഹോദരങ്ങളെ പോലെ ആവണം.
അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു വിശ്വാസി തൻ്റെ കൂടെയുള്ള വിശ്വാസിയുടെ സഹോദരനാണ്, തൻ്റെ ഉമ്മ പെറ്റവനെ പോലെയാണ്. ലാ യദ്ലിമുഹു, അവരോട് അനീതി ചെയ്യരുത്. വലാ യഖ്ദുലുഹു, അവനെ നാണം കെടുത്തരുത്. വലാ യഹ്ഖിറുഹു, അവനെ നിസ്സാരനാക്കരുത്. എന്നിട്ട് പറഞ്ഞു ഹസ്ബുംരിഇൻ മിനശ്ശർരി, ഒരു മനുഷ്യന് മലയോളം വരുന്ന വിപത്ത് വരാൻ കാരണം അയ്യഹ്ഖിറാഖാഹുൽ മുസ്ലിം, തൻ്റെ കൂടെയുള്ള വിശ്വാസിയായ ഒരു സഹോദരനെ നിസ്സാര കണ്ണുകൊണ്ട് നോക്കുന്നത്, ഒരാളെ വില വെക്കാതിരിക്കുന്നത്, ഒരാൾക്ക് ബഹുമാനം കൊടുക്കാതിരിക്കുന്നത് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ വിപത്താണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം, മുആദ് ഇബ്നു ജബൽ എന്നവരോട് നബി തങ്ങൾ പറഞ്ഞതാണ്, യമനിലേക്ക് പോകുമ്പോൾ, യമൻ അന്ന് മുസ്ലിം ഭരണമായിരുന്നില്ല, യമൻ തൗഹീദ് ലഭിച്ചിരുന്നില്ല. അന്ന് യമനിൽ തൗഹീദില്ലായിരുന്നു. അവിടെ തൗഹീദിൻ്റെ വെളിച്ചവുമായി പുണ്യനബി പറഞ്ഞയച്ച സ്വഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ നേതാവ്. മുആദേ വത്തഖി ദഅവതൽ മദ്ലൂം, നീതി നിഷേധിക്കപ്പെടുന്ന ആളുകളുടെ പ്രാർത്ഥന നിങ്ങൾ പേടിക്കണമേ, അനീതി ചെയ്യരുതേ. മുആദേ ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, ആ പ്രാർത്ഥനയുടെയും അല്ലാഹുവിൻ്റെയും ഇടയിൽ മറയില്ല കേട്ടോ എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ, ആരാണ് ആ പ്രാർത്ഥിക്കാൻ ഇടയുള്ളത്? അവിശ്വാസികൾ. യമനിൽ അവിശ്വാസികളായിരുന്നു. അവിടത്തേക്ക് ദഅവത്തിന് പറഞ്ഞേക്കാണ്. എന്നിട്ട് പറഞ്ഞു, മുആദേ, നിങ്ങൾ അവരോട് അനീതി ചെയ്യരുതേ. അനീതി ചെയ്തു കഴിഞ്ഞാൽ അവർ അല്ലാഹുവിനോട്, അവരുടെ പടച്ചോനോട്, അവരുടെ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയ്ക്കിടയിൽ പിന്നെ മറയില്ല. പടച്ചതമ്പുരാൻ വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും പടച്ചവൻ അല്ലാഹു തന്നെയല്ലയോ? ആ പ്രാർത്ഥന അല്ലാഹു കേൾക്കുന്നുണ്ട്. അതിന് മറുപടി ലഭിക്കുന്നത് നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെയായിരിക്കും. അതുകൊണ്ട് മുആദേ, അനീതി ചെയ്യരുതേ എന്ന് മുആദ് ഇബ്നു ജബൽ തങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. മുഹമ്മദ് ഇബ്നു സിരീൻ തങ്ങൾ, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് മഹാനവരുടെ താരീഖുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. വളരെ വളരെ വിചിത്രമായ ഒരു സംഭവം, ഒരു ചരിത്രം. ചില ആളുകൾ അനീതി ചെയ്യുമ്പോൾ അവർ വിചാരിക്കും ഞാൻ ചെയ്യുന്നത് നീതിയാണ് എന്ന്. അതാണ് അപകടം. ചെയ്യുന്നത് ദുൽമാണ്, എന്നിട്ട് വിചാരിക്കും ഞാൻ ചെയ്യുന്ന നല്ല കാര്യമാണ്, എന്നിട്ട് അത് ന്യായീകരിക്കുകയും ചെയ്യും. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് താരീഖുൽ കബീറിൽ മുഹമ്മദ് ഇബ്നു സീരീൻ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. മുഹമ്മദ് ഇബ്നു സീരീൻ എന്ന് പറയുന്ന താബിഈങ്ങളിൽ കഴിഞ്ഞു പോയ മഹാൻ കഅബാലയത്തിൻ്റെ അരികത്തിരിക്കുമ്പോൾ സമിഅ്തു റജുലൻ യഖൂൽ, നോക്കണേ, രാഷ്ട്രീയം തലയിൽ കയറിയാൽ സത്യവും അസത്യവും മനസ്സിലാകാതെ പോകുന്നവരുണ്ട്. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ സംഭവം. ഇമാം ബുഖാരി തങ്ങൾ താരീഖുൽ കബീറിൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവം. മുഹമ്മദ് ബിൻ സീരീൻ എന്നവർ കഅബാലയത്തിൻ്റെ അരികത്തിരിക്കുമ്പോൾ ഒരു മനുഷ്യനിങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർലി, പടച്ചവനെ നീ എനിക്ക് മാപ്പ് നൽകുമോ? വഇൻ കുൻതു അദുന്നു അന്നക ലൻ തഗ്ഫിറ ലി, നീ എനിക്ക് പുറത്തു തരാൻ ഒരു സാധ്യതയുമില്ലെന്ന് എനിക്കറിയാം, എന്നാലും എനിക്ക് മാപ്പ് തരുമോ? വല്ലാത്തൊരു ചോദ്യം. പടച്ചവനെ എനിക്ക് മാപ്പ് നൽകുമോ? നീ എനിക്ക് മാപ്പ് നൽകാൻ ഇടയില്ല എന്നെനിക്കറിയാം, എന്നാലും ചോദിച്ചോട്ടെ, നീ എനിക്ക് മാപ്പ് നൽകുമോ? ഇത് കേട്ടപ്പോൾ മഹാനായ അല്ലാമ മുഹമ്മദ് ബിൻ സീരീൻ തങ്ങൾ ആ മനുഷ്യനോട് പോയി ചോദിച്ചു, ഇതെന്ത് വിചിത്രമായ ദുആയാണ്, ഇതുപോലെ ഒരു വിചിത്രമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ലല്ലോ, എന്ത് പ്രാർത്ഥനയാണിത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരാ? ഞാൻ മുഹമ്മദ് ബിൻ സീരീൻ, ഹദീസ് പണ്ഡിതനായ മുഹമ്മദ് ബിൻ സീരീൻ ആണല്ലേ? അതെ അതെ അതെ. എൻ്റെ കഥ നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ്. ഞാൻ വലിയൊരു പാതകം ചെയ്തു പോയി. ഞാനത് ചെയ്യുമ്പോൾ വിചാരിച്ചു അത് ശരിയാണ് എന്ന്. പാതകം എന്താണെന്നറിയണ്ടേ? പുണ്യനബി തങ്ങളുടെ പ്രിയപ്പെട്ട പുതിയാപ്പിള
ഹബീബിൻ്റെ 2 മക്കൾ റുഖയ്യ ബീവിയെയും ഉമ്മു കുൽസൂം ബീവിയെയും, ഒരാളുടെ മരണശേഷം മറ്റൊരാളെ, അങ്ങനെ 2 മക്കളെ വിവാഹം ചെയ്ത ഹബീബിൻ്റെ പുതിയാപ്പിള ദുന്നൂറൈൻ, അള്ളാഹുവിൻ്റെ മാലാഖമാര് പോലും നാണിച്ചു പോകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അന്നത്തെ രാഷ്ട്രീയക്കാർ കൊലപാതകം ചെയ്തതാണ്. മഹാനവറുകളെ വീട്ടിൽ കടന്നാക്രമിച്ച് കൊല ചെയ്തതാണ്. ഷഹീദാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉഹദിൻ്റെ മലയിൽ നിൽക്കുമ്പോൾ തങ്ങൾ പറഞ്ഞിരുന്നുവല്ലോ, ഉസ്ബുത് യാ ഉഹദ് ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. പുണ്യനബി തങ്ങളുടെ കാലിൻ്റെ സ്പർശം കേട്ട് പുളകിതമായി ഉഹദ് ഇങ്ങനെ വിറങ്ങലിച്ചപ്പോൾ, ഉഹദേ അടങ്ങി നിൽക്കണേ, നിന്റെ മീതെ നിൽക്കുന്നത് റസൂലാണ്, സിദ്ദീഖാണ്, അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. പിന്നെ 2 ഷഹീദുമാരാണ്. ആ കൂടെ ഉണ്ടായിരുന്ന 2 പേർ, ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ, മറ്റേത് ഉസ്മാൻ എന്നവര്. ഉസ്മാൻ എന്നവരെ കൊല ചെയ്തത് അന്നത്തെ രാഷ്ട്രീയ പ്രതിയോഗികളാണ്. ഉസ്മാൻ തങ്ങൾ നീതി പാലിച്ചില്ലെന്ന് പറയുകയും, ആരോടായി പറയുന്നത്? വല്ലദീ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ മലക്കുകൾ പോലും നാണിച്ചു പോകുമാർ ഹയാ എന്ന വലിയ ഗുണമുണ്ടായിരുന്ന സ്വഹാബിയെ, ഖുർആൻ രാവിലും പകലും ഓതിയിരുന്ന ഖലീഫയെ, 12 കൊല്ലം നീതിയുക്തമായ ഭരണം നടത്തിയ ആളുകൾ, ആ മഹാൻ സ്വന്തം വീട്ടുകാർക്ക്, കുടുംബക്കാർക്ക് അന്യായമായി ജോലി കൊടുത്തു എന്നവരെ അന്നത്തെ ഖവാരിജുകൾ ആരോപണം ഉന്നയിച്ചു. അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഉസ്മാൻ എന്നവരെ അനീതി ചെയ്തു എന്ന് പറഞ്ഞ്, ഉസ്മാൻ എന്നവരെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ, സൂറത്തുൽ അറാഫ് ഓതിക്കൊണ്ടിരിക്കെ, ആ മഹാന്റെ ചോരപ്പാടുകൾ വീണ മുസ്ഹഫാണ് ഇന്ന് താഷ്കൻഡിലെ ഇമാം ഖഫാൽ മ്യൂസിയത്തിൽ കിടക്കുന്നത്. യുനെസ്കോ അംഗീകരിച്ചത് 1400 കൊല്ലം പഴക്കമുള്ള കോപ്പി. ഉസ്മാൻ എന്നവരുടെ ചോരപ്പാട് ഇന്നും ഒരു ലൈറ്റായിട്ട് അവിടെ കാണാൻ പറ്റും, ഗ്ലാസിനുള്ളിലാണ്. മഹാനായ ഉസ്മാൻ എന്നവരോട് ദേഷ്യമുണ്ടായിരുന്ന ആ രാഷ്ട്രീയ ഗ്രൂപ്പിൽ വർക്ക് ചെയ്ത ആളായിരുന്നു ഇയാള്. മുഹമ്മദ് ബിൻ സിരീൻ തങ്ങളോട് പറയുന്നു, മുഹമ്മദ് ബിൻ സിരീൻ, ഞാൻ അള്ളാഹുവിനോട് ദുആ ഇരക്കുകയാണ്, എനിക്ക് മാപ്പ് തരാൻ. മാപ്പ് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ അള്ളാഹുവിനോട് സത്യം ചെയ്തുകൊണ്ടൊരു കാര്യം പറഞ്ഞിരുന്നു. ഇന്നി ഖദ് അഅതൈതുല്ലാഹ അഹ്ദൻ ഇന്നനി ഇദാ തമക്കൻതു മിൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ലതംതുഹു അലാ വജ്ഹിഹി വലഹിയതിഹി. ഉസ്മാൻ എന്നവരെ എനിക്ക് കണ്ടുകിട്ടുകയാണെങ്കിൽ ഉസ്മാൻ എന്നവരുടെ മുഖത്തും ഉസ്മാൻ എന്നവരുടെ താടിയിലും ഞാൻ അടിക്കും എന്ന് ശപഥം ചെയ്തിരുന്ന ഒരു പാർട്ടി പോരാളിയായിരുന്നു ഞാൻ. അന്നത്തെ ആ ഒരു സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യൻ ശപഥം ചെയ്യുക, ആരെയായി തല്ലാൻ പോകുന്നത്? ഹബീബിൻ്റെ സ്വഹാബിയെ, സ്വർഗത്തിലേക്ക് പോകുമെന്ന അശറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട മഹാന്, ഖലീഫയായ മഹാന്, ഖുർആന്റെ ഹാഫിളായ മഹാന്, ഖബർ കണ്ടാൽ കരയുമായിരുന്ന മഹാനെ ഞാൻ തല്ലും. പള്ളിയിൽ ഉസ്താദിനെ തല്ലുന്നൊക്കെ ഒരാൾ തീരുമാനിച്ചാൽ അങ്ങനെ ഉണ്ടാവും? ഒരുത്തനങ്ങ് തോന്നുന്ന വിചാരിക്കുക എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ ഉസ്മാൻ എന്നവരെ കണ്ടുകിട്ടാൻ നോക്കി നടക്കുന്നതിനിടയിൽ ഉസ്മാൻ എന്നവർ കൊല്ലപ്പെടുകയാണുണ്ടായത്. ഉസ്മാൻ എന്നവരുടെ ജനാസ ഒരു കട്ടിലിൽ അവിടെ വെച്ചിട്ടുണ്ട്. ഉസ്മാൻ എന്നവർക്ക് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ആളുകൾ കൂടി നിൽക്കുമ്പോൾ നിസ്കരിക്കുന്ന ആളുകളുടെ ഇടയിലൂടെ ഞാനും കയറി ചെന്നു. ഈ ദുഷ്ടനായ മനുഷ്യൻ പറയാം, ആൾ പിന്നെ തൗബ ചെയ്തു. ഞാൻ കയറി ചെന്നു. ഞാൻ അള്ളാഹു കൊടുത്ത ഒരു വാക്കുണ്ടല്ലോ, എന്ത്? തക്കം കിട്ടിയ ഉസ്മാനുടെ മുഖത്തടിക്കും. അങ്ങനെ ആളുകളില്ലാത്തൊരു നേരം കണ്ടുകിട്ടിയപ്പോ ജനാസയായി, മയ്യിത്തായി, ഷഹീദായി കിടക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരുടെ മുഖത്തെ വസ്ത്രം ഞാൻ നീക്കിയിട്ട് എൻ്റെ കൈകൊണ്ട് ഞാൻ അടിച്ചു. ആ താടിയിൽ ഞാൻ പിടിച്ചു. പക്ഷേ അടിച്ചതും പിടിച്ചതുമേ ഓർമ്മയുള്ളൂ. ഇല്ലാ ഖദ് ശല്ലത് വയബിസത് കഅന്നഹാ ഖശബ. എൻ്റെ കയ്യങ്ങ് ഉണങ്ങുകയും മരം പോലെ ദ്രവിച്ചു പോവുകയും ചെയ്തു. കയ്യങ്ങ് മരവിച്ചു പോയി. ആ മുഖത്ത് തൊട്ടപ്പോൾ എൻ്റെ കൈ മരവിച്ചു പോയി. മഹാനായ അല്ലാമ ഇബ്നു സിരീൻ, മുഹമ്മദ് ഇബ്നു സിരീൻ തങ്ങൾ പറയുന്നു, ആ മനുഷ്യൻ്റെ വലത് കൈ ഞാൻ കണ്ടു, ഒരു മരക്കഷ്ണം പോലെ ആയിട്ടുണ്ട്. അടിച്ചപ്പോൾ അല്ലാഹു കൊടുത്ത ശിക്ഷയാണ്. എന്തിനിത്? താൻ ചെയ്ത ശപഥം സത്യം വരിക്കാൻ വേണ്ടി, അത് സത്യമായി പുലർത്താൻ വേണ്ടി ചെയ്തതോ തെറ്റ്, നിയ്യത്ത് ചെയ്തതോ അബദ്ധം,
എന്നിട്ട് പിന്നെ അതിൻ്റെ മീതെ ആ പാതകവും ചെയ്തപ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കറാമത്ത് വെളിവായി. ആ മനുഷ്യൻ്റെ കൈ അങ്ങ് ഉറച്ചുപോയി. ഇബ്നു സീരീൻ തങ്ങൾ പറയാണ്, ഇമാം ബുഖാരിയാണ് ഇത് ഉദ്ധരിക്കുന്നത്, ഫഅന റഅയ്തു യദഹു യാബിസതൻ കഅന്നഹാ ഊദ്, ഒരു മരക്കഷ്ണം പോലെ ഉറച്ചുപോയ കൈ ഞാൻ കണ്ടു. മടക്കാനോ നിവർത്താനോ കഴിയാത്ത കൈ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടു എന്ന് ഉസ്മാൻ എന്നവരടിച്ച ആ മനുഷ്യനെക്കുറിച്ച് മുഹമ്മദ് ഇബ്നു സീരീൻ തങ്ങൾ പറയാൻ അതിൻ്റെ സാക്ഷിയാണവർ. നോക്കൂ മുഅ്മിനീങ്ങളെ, അന്യായം ചെയ്യുന്നത് എവിടെയാണ്? അന്യായങ്ങളിൽ ഏറ്റവും വലിയ അന്യായം ദീനിൻ്റെ അഹലുകാരോട് ചെയ്യുന്ന അന്യായമാണ്. ദീനിൻ്റെ പേരിൽ മുറവിളി കൂട്ടുന്നവരെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ പേരിൽ മുറവിളി കൂട്ടുന്നവരെ, പണ്ഡിതന്മാരെയോ സയ്യിദന്മാരെയോ നിങ്ങളൊന്ന് വെറുതെ വിടൂ. നിങ്ങളെക്കാളും മെച്ചമാണ് അവരാരും ഗീബത്ത് പറയാൻ പോയില്ലല്ലോ. നിങ്ങൾ പറയുന്നത് പച്ച ഗീബത്താണ്, നമീമത്താണ്, ഖദ്ഫാണ്, ബുഹ്താനുൻ അദീമാൻ. ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞതല്ലേ നമ്മുടെ ദീൻ? അതല്ലേ പുണ്യനബി നമ്മളോട് പറഞ്ഞത്? മഹത്തുക്കളായ ആളുകൾക്ക് സംഭവിക്കുന്ന എന്തെങ്കിലും അവരുടെ ചെറിയ തെറ്റുകളോ കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ പോലും അൽ ഗല്ലു അൻഹും, അവരുടെ ആ വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെടാതെ അള്ളാഹുലേക്ക് വിടുകയും അവരെ അപമാനിക്കുകയും ചെയ്യരുത് എന്ന് പഠിപ്പിച്ചതാണ് പരിശുദ്ധ ഇസ്ലാം. അഫമൻ സുയ്യിന ലഹു സൂഉ അമലി ഫറആഹു ഹസനാ, ചെയ്യുന്ന തെറ്റാണ് എന്നിട്ട് പറയും നല്ലതാണ്. എന്താ പ്രശ്നം? പരസ്യമായി പറഞ്ഞാൽ എന്താ കുഴപ്പം? സയ്യിദന്മാരെയും ആലിമീങ്ങളെയും പരസ്യമായി കുറ്റം പറഞ്ഞാൽ അതല്ലേ ചെയ്യേണ്ടത്? അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടുന്ന മറുപടിയാണത്. ഫറആഹു ഹസനാ, ചെയ്യുന്ന തെറ്റ് നന്മയായി കാണുന്നവർ എത്ര വലിയ പാപികളാണ്. ചെയ്യുന്നതോ തെറ്റ്, അത് തെറ്റാണെന്ന് ഉണർത്തി കൊടുക്കുമ്പോൾ ഇബ്ലീസ് തലയിൽ കയറിയിട്ട് പറ്റുന്നില്ല. ഇതൊക്കെ ഖവാരിജുകളുടെ കാലം, അന്നത്തെ രാഷ്ട്രീയ വൈരാഗ്യക്കാർ ഉണ്ടായത്. നമ്മൾ വിചാരിച്ചു സ്വഹാബത്തിൻ്റെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായോ എന്നാൽ പിന്നെ 21-ാം നൂറ്റാണ്ടിനെ കുറിച്ച് എന്ത് പറയാനാ? സ്വഹാബത്തിൻ്റെ കാലങ്ങളിൽ, താബിഈങ്ങളുടെ കാലങ്ങളിൽ ഇതുപോലുള്ള വിപത്തുകൾ ഈ ഉമ്മത്തിന് കാണേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്ത ആളുകൾ പറഞ്ഞത് ഞങ്ങൾ നന്മയാണ് ചെയ്യുന്നത് എന്നാണ്. ആ മുഴുവൻ ആളുകളെയും ഓരോരുത്തരെ വെച്ച് കൊല ചെയ്തിട്ടുണ്ട്. പിൻഗാമിയായി വന്ന അമവി ഭരണാധികാരി ഹജ്ജാജ് ഇബ്നു യൂസുഫ് സഖഫി, ഇറാഖിൽ നിന്ന് വന്ന കൊലയാളികളായിരുന്നു ഉസ്മാൻ എന്നവരെ കൊന്നവർ. അവരെ ഓരോരുത്തരെയും പിടിച്ച് അവരുടെ ബന്ധുക്കളെയും നിഷ്കരുണം കൊല ചെയ്ത ഭരണാധികാരിയാണ് പിന്നീട് വന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫ്. നോക്കണം, ഉസ്മാൻ എന്നവരുടെ കൊലപാതകൾക്ക് അള്ള കൊടുത്ത ശിക്ഷയായിരുന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെ കൊലപാതകങ്ങൾ എന്ന് പറയും ചരിത്രം. പിന്നീട് ഒരു സംഭവം പറയാനുണ്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെ. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ഷൈആ വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. നീതിയുടെ തുലാസ് നാം അവിടെ നാട്ടിവെക്കും. ഉമ്മമാർ മക്കളോട് വേർതിരിവ് കാണിച്ചത്, ഉപ്പമാർ മക്കളോട് വേർതിരിവ് കാണിച്ച്, മക്കൾ ഉമ്മയോടോ വാപ്പയോടോ വേർതിരിവ് കാണിച്ചത്, ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം പോരുകൂടിയത്, ശത്രുത വെച്ചത്. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, അന്ത്യനാളിൽ നീതിയുടെ തുലാസ് അല്ലാഹു നാട്ടിവെക്കും. ഫലാ തുദ്ലമു നഫ്സുൻ ഷൈആ, ഇവിടെ അനീതി ഉണ്ടായിരിക്കാം, എന്നാൽ നാളെ നീതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ ഒരാൾക്കും അനീതിയില്ല, അവിടെ കൈക്കൂലിയില്ല, അവിടെ സ്വാധീനിക്കാൻ കഴിയില്ല ജഡ്ജിമാരെ. അവിടുത്തെ ഭരണം അല്ലാഹുവിൻ്റേതാണ്, അധികാരം റബ്ബിൻ്റേതാണ്. وإن كان مثقال حبة من خردل أتينا بها, നിങ്ങൾ ആരും അറിയാതെ ക്ലോസ്ഡ് നിങ്ങളുടെ റൂമുകളിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ സ്വകാര്യമായ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ സ്വകാര്യമായ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആരെപ്പറ്റിയെല്ലാം പറഞ്ഞോ, ഓരോ അണുമണി തൂക്കവും അല്ലാഹു നാളെ വിചാരണക്കെടുത്തുദ്ധരിക്കും. നിങ്ങൾ ഇപ്പറഞ്ഞത് ശരിയായിരുന്നോ, ഇപ്പറഞ്ഞത് നുണയായിരുന്നില്ലേ, ആരോപണമായിരുന്നില്ലേ, ഗീബത്തായിരുന്നില്ലേ, നമീമത്തായിരുന്നില്ലേ എന്ന്
നീതിയുടെ തുലാസ് തൂക്കി അള്ളാഹു നാളെ വിചാരണ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി നിങ്ങൾ പഠിപ്പിക്കുകയാണ്. വകഫാ ബിനാ ഹാസിബീൻ, വിചാരണ ചെയ്യാൻ അള്ളാഹുവിനോളം മതിയായവർ ആരാണുള്ളത്? സൂറത്തു അബസയിലെ നമ്മളൊക്കെ അറിയുന്നൊരായത്തുണ്ട്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. നാളത്തെ ദിവസം ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനിൽ നിന്ന് ഓടി മറയും. ഉമ്മയിൽ നിന്ന് വ അബീഹി, പിതാവിൽ നിന്ന് ഓടി മറയും. വ സ്വാഹിബതിഹി, ഭാര്യയിൽ നിന്ന്. വ ബനീ, മക്കളിൽ നിന്ന്. എന്തിനാ ഓടുന്നതെന്നറിയോ? ഇടപാടുകളിൽ പ്രശ്നങ്ങൾ വന്നിരിക്കാൻ സാധ്യത കൂടുതൽ നമ്മോട് തൊട്ടടുത്ത് ജീവിക്കുന്നവരോടാണ്. ഏതോ നാട്ടുകാർ നമുക്ക് വല്ല ഇടപാടുണ്ടോ? അവരോട് ഒരിടപാടുമില്ല. നേരെമറിച്ച് ഉമ്മയോട്, വാപ്പയോട്, ഭാര്യയോട്, മക്കളോട്, ജ്യേഷ്ഠനോട്, അനുജനോട്, അവരോട് ചെയ്ത അനീതികൾക്ക് പകരം നാളെ ഹസനാത്ത് എടുത്തു കൊടുക്കേണ്ടി വരും എന്ന് പേടിച്ചിട്ടാണ് ഈ ഓടുന്നത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ. എന്തിനാ ഓടുന്നറിയോ? പടച്ചോനെ, എൻ്റെ ജ്യേഷ്ഠനോട് ഇന്നത് ചെയ്തല്ലോ, വീട് പണി എടുക്കാൻ വേണ്ടിയിട്ട് ജ്യേഷ്ഠനെ ഏൽപ്പിച്ചു, അനുജനെ ഏൽപ്പിച്ചു, ഇവിടെ പൈസ അയച്ചു കൊടുത്തു, അനുജൻ കമ്മീഷൻ പറ്റി. ആർക്ക്? സ്വന്തം ഏട്ടനുണ്ടായി കൊടുക്കുന്ന വീടാണ്, പക്ഷേ അനുജൻ കമ്മീഷൻ. എത്ര കമ്മീഷന്? ലോഡിറക്കിന് സിമെൻറ്റിന് ഇത്ര, മണലിന് ഇത്ര, കമ്പിക്ക് ഇത്ര, ഇന്ത്യയുടെ ഡെക്കറേഷനിൽ ഇത്ര. ആര്? സ്വന്തം ചോരയിൽ പിറന്ന ആളിന് ഒരു മനുഷ്യൻ അധ്വാനിച്ച് ചെയ്യേണ്ട സേവനം, അതിന് കൂലിയായിട്ട് ആരാണോ അത് ഏൽപ്പിക്കുന്നത് അവർ കൊടുക്കണം എന്നാണ്. ഇനി കൊടുത്തില്ല എന്ന് വിചാരിക്കുക, അവനെ കൊണ്ട് പറ്റുന്ന ഏറ്റെടുത്താൽ മതിയല്ലോ. കൂലിയില്ലാതെ ഏറ്റെടുത്താൽ പിന്നെ അവരറിയാതെ അതിൽ നിന്ന് പൈസ വലിക്കുക, അതിൽ നിന്ന് സമ്പാദിക്കുക, ആ പൈസ മുഴുവൻ ആ വീട് പണിക്ക് ചെലവഴിക്കാതിരിക്കുക. എത്ര നടക്കുന്നുണ്ട് മുഅ്മിനീങ്ങളെ? പറയില്ലേ, ആരും വിശ്വസിക്കാൻ വയ്യ, ആരും വിശ്വസിക്കാൻ വയ്യ. മക്കളുടെ പൈസ എടുത്ത് അടിച്ചു മാറ്റുന്ന വാപ്പാര് വരെ ഉണ്ടെന്നാണ് കേട്ടത്. അല്ലാഹു അലം. പിന്നെ എങ്ങനെ വിശ്വസിക്കാം? അമാനത്താണ്, അത് തൊട്ടുവിളിക്കാൻ പാടില്ല. അല്ലെങ്കിൽ പറയണം, ഇങ്ങനെയൊക്കെ ഉണ്ട്, എനിക്കിതിന് കമ്മീഷൻ എടുക്കാൻ പറ്റുമോ, എനിക്കിതിന് ഒരു ലാഭം എടുക്കാൻ പറ്റുമോ, ഞാൻ ഇത്ര പൈസ ഇതിന്ന് എടുത്തു മാറ്റുന്നുണ്ട്, അത് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം. ചോദിക്കണം, സമ്മതം വാങ്ങിക്കണം. അല്ലാതെ ചെയ്യുന്നത് തെറ്റാണ്. ആരാണ് അങ്ങനെയൊക്കെ സൂക്ഷ്മതയിൽ ചെയ്യുന്നത്? പറയൂല, എനിക്ക് അയച്ചൊന്ന പൈസ ഞാൻ റെഡിയാക്കി കൊള്ളാം. എല്ലാത്തിനും ആശാരിമാരെ വിളിക്കണിൽ വരെ കമ്മീഷൻ. ടൈൽസിന് കമ്മീഷൻ, മാർബിളിന് കമ്മീഷൻ, ഇലക്ട്രിക് വർക്കിൽ, പ്ലംബിങ്ങിൽ, സ്വിച്ചിന്, ബോർഡിന്, എല്ലാത്തിനും കമ്മീഷൻ. ആര്? സ്വന്തം ഉടപ്പുറപ്പ്. യാ അല്ലാ. അതുകൊണ്ട് മനുഷ്യൻ ഓടും നാളെ. എന്തിനെന്നറിയോ? ഇതൊക്കെ പകരം നാളെ അനുജൻ ചോദിക്കുമ്പോഴേ, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ കൊടുക്കണം, അല്ലെങ്കിൽ അനുജൻ കൊടുക്കാനുണ്ടെങ്കിൽ അവർ കൊടുക്കുന്നത് പിന്നെ ദീനാറും ദിർഹമും റുപ്പീസും ഡോളറല്ല, കൊടുക്കുന്നത് അവിടെ ഹസനാത്തുകളാണ്. അത് കൊടുക്കാനില്ലാതെ ഇത് തീർന്നു പോയാൽ ഞാൻ നരകത്തിലേക്ക് പോകുമല്ലോ എന്ന് പേടിച്ച് അനുജൻ ജ്യേഷ്ഠനിൽ നിന്ന് ഓടി മറയുന്ന ദിവസമാണത്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. വാപ്പയോട്, ഉമ്മയോട് അനീതി ചെയ്തതിന് പകരം കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഉമ്മയെ കണ്ടാലോടും, ഭാര്യയെ കണ്ടാലോടും, മക്കളെ കണ്ടാലോടും. അനീതി ചെയ്തതിൻ്റെ പേരിൽ. മക്കൾ 5 മക്കളുണ്ട്, 4 മക്കളുണ്ട്. ഒരാളോട് ഭയങ്കര സ്നേഹം, മറ്റൊരാളോട് സ്നേഹമില്ല. അല്ല ആൺകുട്ടികൾ മാത്രം സ്നേഹം, അല്ലെ പെൺകുട്ടികളോട് മാത്രം സ്നേഹം. ഉമ്മ, ഉപ്പ, ഇത് നിങ്ങളുടെ മക്കളല്ലേ, അവർക്ക് സ്നേഹം ഒരുപോലെ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ബാധ്യസ്ഥരാണ്. പിന്നെ അവിടെ ചോയ്സില്ല. ദർ ആർ സം നോൺ നെഗോഷിയബിൾ ഫാക്ട്സ്. അതിൽപ്പെട്ടതാണ് ഇതൊക്കെ. ഒരു മക്കൾക്ക് ഉമ്മമാപ്പന്മാർ കൊടുക്കുന്ന സ്നേഹം വേർതിരിക്കരുത്, താഴ്ത്തിക്കാണരുത്. വരുമാനമുള്ള മോനും ഇല്ലാത്ത മോനും ഉണ്ടാവും. കൂടുതൽ വരുമാനമുള്ള മോനും ഒരു ജോലി ഇല്ലാതെ നടക്കുന്ന മോനുണ്ടാവും. പക്ഷേ പൈസ തരുന്നവനോട് മാത്രം ഒരു സ്നേഹക്കൂടുതൽ, മറ്റവനോട് വില വെക്കാതിരിക്കുക. അതൊന്നും ചെയ്യരുത്. നിങ്ങളുടെ ഉദരത്തിൽ നിന്ന് വന്ന നിങ്ങളുടെ ചോരയാണ് ഈ മക്കള്. അവർ സ്വാലിഹീങ്ങളായി ജീവിക്കുന്ന കാലത്തോളം അവർക്ക് നിങ്ങൾ ഈക്വലായി നീതിയോടുകൂടെ കൊടുക്കേണ്ടതാണ് സ്നേഹം. അതുകൊണ്ട് വാപ്പമാർ മക്കളെ കാണുമ്പോൾ ഓടും. മഹാനായ റസൂലുള്ളാഹി നിങ്ങൾ പഠിപ്പിക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തു അബസയാൻ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി.
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അവസാനമായി ഒന്നുകൂടെ ജനങ്ങളുടെ ചോരയോ ശരീരത്തിലോ അഭിമാനത്തിലോ കൈയിട്ട് വാരരുത്. ജനങ്ങളെ ആരെയും നമ്മൾ വിചാരണ ചെയ്യരുത്. ഒരാളെക്കുറിച്ചും മോശമായ അഭിപ്രായം പറയരുത്. ഇതൊക്കെ ശരീഅത്തുൽ ഇസ്ലാം പറയണത്. യൂട്യൂബ് നടത്തുന്നവർക്ക് പിന്നെ അതൊന്നും ബാധകമല്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഉണ്ടാക്കി വിടുന്നവനിപ്പോൾ എന്ത് കാര്യം? 4 സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് വ്യൂവേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ അവന് രക്ഷപ്പെട്ടു എന്ന് അവന് വിചാരിക്കണത്. അത് ഇവിടെ രക്ഷപ്പെടൂല. ഒരു ഖഡ്ഗമണി അത്ര നിങ്ങൾ അനീതി ചെയ്തിട്ടുണ്ടോ, നുണ പറഞ്ഞിട്ടുണ്ടോ, അതിന് അല്ലാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടി വരും. പരിശുദ്ധമായ അറഫ മൈതാനത്തിലെ ഹബീബിൻ്റെ അന്ത്യപ്രഭാഷണം നടക്കുകയാണ്. ഹബീബിൻ്റെ വിടവാങ്ങൽ പ്രസംഗം നടക്കുകയാണ്. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും ഹറാമുൻ അലൈക്കും. ജനങ്ങളെ, 1,23,000 സ്വഹാബികൾ എന്നിവിടെ ഉണ്ടെന്നാണ്, അല്ല 24,000, രണ്ട് അഭിപ്രായങ്ങളാണ്. 1,23,000 സ്വഹാബികളെ നോക്കിയിട്ടാണ് പുണ്യനബി പറയുന്നത്, ജനങ്ങളെ, നിങ്ങളുടെ അഭിമാനം പവിത്രമുള്ളതാണ്. നിങ്ങളുടെ സമ്പത്ത് അന്യായമായിട്ടെടുക്കൽ നിങ്ങൾക്ക് ഹറാമാണ്. നിങ്ങളുടെ രക്തം പരസ്പരം നിങ്ങൾക്ക് ഹറാമാണ്. ഒരാളെയും വേദനിപ്പിക്കാനോ ഒരാളുടെയും ജീവൻ എടുക്കാനോ ഉപദ്രവിക്കാനോ നിങ്ങൾക്ക് അധികാരമില്ല. അല്ലാഹ് അധികാരം തന്നിട്ടില്ല. തലയിൽ ഇബ്ലീസ് കയറുമ്പോൾ, ദേഷ്യം വരുമ്പോൾ മനുഷ്യൻ അടിപിടി ഉണ്ടാക്കുന്നു. ചെയ്യാൻ പാടുണ്ടോ? പാടില്ലാത്തതാണ്. സമ്പത്തും നിങ്ങൾക്ക് ഹറാമാണ് അവരുടെ സമ്മതമില്ലാതെ. വഅറാദക്കും ഹറാം, നിങ്ങളുടെ അഭിമാനവും ഹറാമാണ്. ഒരാളുടെയും അഭിമാനം പിച്ചു ചീന്തുക പാടില്ലാത്തതാണ്. ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളും അള്ളാനെ പേടിക്കുന്നവരുമാണെങ്കിൽ മാത്രം കേട്ടേക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കൂല എന്ന് പറയാം. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണെങ്കിൽ അറിയണം, ഒരു മനുഷ്യനെയും അഭിമാനം പിച്ചു ചീന്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. എന്തേ? വിചാരണ ചെയ്യാൻ നിങ്ങളെയല്ല അള്ളാഹു ഏൽപ്പിച്ചത്, അത് അള്ളാഹു നേരിട്ട് ഏറ്റെടുക്കുന്ന വിഷയമാണ്. നിങ്ങളുടെ കണ്ണിൽ മോശക്കാരനായ ഒരാൾ അള്ളാഹിൻ്റെ കയ്യിൽ ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും. നിങ്ങളുടെ കണ്ണിൽ നല്ലവനായ ഒരാൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ മോശക്കാരനായിരിക്കും. ആരാണ് നല്ലത്, ആരാണ് ചീത്തയെന്നറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് ആരെയും നിങ്ങൾ ഇവിടെ നിന്ന് ചാപ്പകുത്തരുത്, വിചാരണ ചെയ്യരുത്. ഫോട്ടോകൾ ക്ലബ് ചെയ്തിട്ട്, ഫോട്ടോകൾ എടുത്തുകൊണ്ട് വന്നിട്ട്, വീഡിയോകൾ മിക്സ് ചെയ്തിട്ട്, മോർഫ് ചെയ്തിട്ട്, ഇല്ലാത്തതിനെ കൂട്ടിപ്പറഞ്ഞിട്ട്, പച്ച നുണ ഹെഡിങ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ നുണ പറയുന്നത് അള്ളാഹു കേൾക്കുന്നു, കാണുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അള്ളാഹു ഇത് കാണുന്നില്ലയോ? അള്ളാഹു കേൾക്കുന്നില്ലയോ? ഇന്ന ദിമാഅക്കും അംവാലക്കും അഅറാദക്കും ഹറാമുൻ അലൈക്കും. ബലിപെരുന്നാളിൻ്റെ ദുൽഹിജ്ജ 10ന്റെ പവിത്രത പോലെ, ഹജ്ജിൻ്റെ പവിത്രത പോലെ, ദുൽഹിജ്ജ മാസത്തിൻ്റെ പുണ്യം പോലെ പരിശുദ്ധമായ ബലദുൽ ഹറാം, അള്ളാഹുവിൻ്റെ പ്രൊട്ടക്റ്റഡ് സാങ്ച്വറിയാണ് പരിശുദ്ധമായ ഹറം. ഹറമിൻ്റെ പവിത്ര പോലെ ഓരോ മുഅ്മിനായ മനുഷ്യൻ്റെയും അഭിമാനം അള്ളാഹു പവിത്രമാക്കിയതാണ്. അത് നിങ്ങളെടുത്ത് പിച്ചു ചീന്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. സാധാരണക്കാരൻ്റെതോ ആലിമിൻ്റെയോ തങ്ങളുടേതോ സയ്യിദിൻ്റേതോ ആരുടേതോ ആവട്ടെ, നിങ്ങൾ ചെയ്യുന്നത് നല്ല പണിയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയോ നിങ്ങളത് വാദിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾക്ക് തോന്നുന്നത് നല്ല കാര്യം അല്ലാതെ നല്ല കാര്യമല്ല. അതിൻ്റെ ബാബുകളും ഹദീസുകളും കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രമേൽ ഗൗരവമാണ് ഒരു മനുഷ്യൻ്റെ അഭിമാനം. നമ്മുടെ ഒരു വാക്കുകൊണ്ട്, നമ്മുടെ ഒരു നോട്ടം കൊണ്ട് പോലും ഒരു മുഅ്മിനായ മനുഷ്യനെയും ചെറുതായി കാണിക്കുന്നത്, ഒരു മനുഷ്യന് മലയോളം പാപങ്ങൾ കിട്ടാൻ അതുതന്നെ മതിയെന്ന് പറഞ്ഞതാണ് നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആൻ. അതുകൊണ്ട് ഈ ഖുർആനിൻ്റെ സ്വഭാവ ഗുണങ്ങൾ, കിബറില്ലാത്ത, അസൂയയില്ലാത്ത, അനീതി ചെയ്യാത്ത, പരസ്പരം അഭിമാനം പിച്ച് ചീന്താത്ത ഒരു സമൂഹമാണ് നബി തങ്ങൾ വിഭാവനം ചെയ്യുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയായിരിക്കണം നമ്മുടെ മഹല്ലുകൾ, അങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങൾ ഉണ്ടാവേണ്ടത്, അങ്ങനെയാണ് നമ്മുടെ നാടാവേണ്ടത്.
നമ്മുടെ സോഷ്യൽ മീഡിയകളുടെ പ്ലാറ്റ്ഫോമുകൾ അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. എത്ര മനോഹരമായിരിക്കും. നന്മയും പോസിറ്റിവിറ്റിയും മനുഷ്യനെ വിതരണം ചെയ്യുന്ന, മനുഷ്യനെ പഠിപ്പിക്കുന്ന, നന്മകൾ ചൊരിഞ്ഞു കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹമല്ലയോ സോഷ്യൽ മീഡിയ? അത് എത്ര മനോഹരമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിലൊക്കെ വിസർജ്യങ്ങൾ കൊണ്ടുപോയിടുന്നവർ, അതിലൊക്കെ മാലിന്യങ്ങൾ കൊണ്ടുപോയിടുന്നവർ, അതൊക്കെ മനുഷ്യനെ അപമാനിക്കാൻ മാത്രമുള്ള മീഡിയകളായി ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ളവയായി മാറ്റുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ അള്ളാഹുവിൻ്റെ നിയമത്തിനെതിരാണ് നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ, ആരാണ് ഏറ്റവും നഷ്ടപ്പെട്ടു പോകുന്ന, ഒരു ലാഭവുമില്ലാത്ത പണി ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരട്ടെയോ? വിശുദ്ധ ഖുർആൻ ചോദിക്കുക, സൂറത്തുൽ കഹഫ്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. ചെയ്യുന്നത് തെറ്റാണ്, അവർക്ക് തോന്നുന്നു ഞങ്ങൾ ചെയ്യുന്നത് സത്യമാണ്, നല്ലതാണ്. അവരാണ് പരാജയപ്പെട്ടവരെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ വചനങ്ങൾ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതിത്തന്നിട്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, അമലുകൾ നഷ്ടപ്പെട്ടു പോകാൻ കാരണങ്ങളാവരുത്. നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുക മാത്രമല്ല, മറ്റുള്ളവരുടെ തെറ്റ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഒരു ബുദ്ധിമാനി എങ്ങനെയാണോ ചെയ്യേണ്ടത്? നമ്മുടെ മുമ്പിൽ ചില ആളുകൾ മോശക്കാരായിരിക്കും, അള്ളാഹു അവരുടെ മോശങ്ങളായിരിക്കും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവുക. ആ മനുഷ്യൻ്റെ നന്മകൾ നമുക്ക് അറിയുക പോലും ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ കണക്കിൽ ആ മനുഷ്യൻ സ്വാലിഹാണോ അല്ല ത്വാലിഹാണോ ഇത് റബ്ബിനെ അറിയുള്ളൂ. നമ്മളാരും ഒരാളെ പറ്റിയും മോശം വിചാരിക്കരുത്. വിചാരണ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അത് അള്ളാഹു നാളെ തീരുമാനിക്കാൻ പോകുന്നതാണ്. നമ്മളൊന്നും ഒരാളുടെ വിഷയത്തിലും ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ അവനവൻ്റെ വിഷയങ്ങളിൽ വിചാരണ കേൾക്കാൻ കാത്തിരിക്കുന്നവരാണ് നാളെ. അള്ളാഹു നാളത്തെ ദിവസം നമുക്ക് എളുപ്പമാക്കി തരട്ടെ. വിചാരണ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. സ്വർഗം അള്ളാഹു നമുക്ക് കിട്ടാൻ അള്ളാഹു അതിൻ്റെ അസ്ബാബുകൾ നമുക്ക് എളുപ്പമാക്കി തരട്ടെ. പുണ്യനബിയുടെ ശഫാഅത്ത് കൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.